കൃഷ്ണനാട്ടത്തിൽ, കഥകളിയിൽ ശ്രീകൃഷ്ണൻ അണിയുന്നത് പോലുള്ള കിരീടത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രാമീണ സൗന്ദര്യമുള്ള മനോഹരമായ ഒരു പുഷ്പമാണ് കൃഷ്ണകിരീടം. ഹനുമാൻ കിരീടം, കൃഷ്ണമുടി, ആറുമാസച്ചെടി, കാവടിപ്പൂവ്, പെഗോഡ എന്നും ഈ സുന്ദരിപ്പൂവിന് പേരുകളുണ്ട്. ചുവപ്പും ഓറഞ്ചും നിറമുള്ള വലിയ പുഷ്പം, ഹൃദയാകൃതിയിലുള്ള വലിയ ഇലകൾ. നാട്ടിൻപുറങ്ങളിലെ വഴിയോരത്ത്, വേലിപ്പടർപ്പുകളിൽ, തണലുള്ള ഇടങ്ങളിൽ സുലഭമായി വളരുന്ന ഒരു ചെടിയായിരുന്നു. ഇന്നിപ്പോൾ വേലിയും നാട്ട് ഇടവഴികളും കുറ്റിക്കാടുകളും അപ്രത്യക്ഷമായി ചാരുതയാർന്ന ഈ നാടൻ ചെടിയും നാടുനീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൂവിടുന്നത് മുതൽ കിരീടാകൃതിയിൽ പുഷ്പം പൂർണ്ണമാകുന്നതിന് 6 മാസത്തെ സമയദൈർഘ്യം വേണം. അതിനാൽ 6 മാസച്ചെടി എന്നും വിളിക്കുന്നു. ഇത്രയും ദീർഘകാലം വിരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു പൂവില്ല. കാവടിയുടെ ആകൃതിയുള്ളതിനാൽ കാവടിപ്പൂവ്, ബുദ്ധക്ഷേത്ര സ്തൂപാകൃതിയുള്ളതിനാൽ പെഗോഡ എന്നിങ്ങനെ പേരുകൾ. ഓണപ്പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ കൃഷ്ണകിരീടം ചൂടി അലങ്കരിക്കാറുണ്ട്. നിറവും പൂക്കളിലെ തേനും പൂമ്പാറ്റകൾക്ക് പ്രിയങ്കരമാണ്. ചെടിയുടെ വേരും ഇലകളും ഔഷധമൂല്യമുള്ളതാണ്. കുട്ടിക്കാലത്ത് ഗ്രാമഭംഗികളിൽ ഒരു കൗതുക കാഴ്ചയായിരുന്നു ഈ 6 മാസച്ചെടി. ഒരു യാത്രക്കിടയിൽ വഴിയോരത്ത് ചെടി പടർപ്പുകൾക്കിടയിൽ ഈ ബാല്യകാല സുഹൃത്തിനെ കണ്ടുമുട്ടി. വേരു കളയാതെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു. വീട്ടിൽ തോട്ടത്തിൽ ഒരു ഇടം കൊടുത്തു. ഇപ്പോൾ ഇതാ പൂക്കൾ നിറഞ്ഞു വിരിഞ്ഞ് ഒരു അത്ഭുത കാഴ്ചയായി വീട്ടുമുറ്റത്ത് ചന്തത്തിൽ നിൽക്കുന്നു. അന്യമാവുന്ന ഈ നാടൻ സുന്ദര പുഷ്പത്തെ നഴ്സറിയിൽ വാങ്ങാൻ കിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു കാലം വന്നേക്കാം.